സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക്. ശമ്പള വർധനയടക്കമുള്ള വിവിധ ആവശ്യങ്ങളിൽ ഒന്നിലും പരിഹാരമായില്ലെന്ന് സംഘടന അറിയിച്ചു. കഴിഞ്ഞ 4 മാസമായി KGM-CTA പ്രത്യക്ഷ സമരത്തിലാണ്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, പലപ്പോഴായി KGM-CTAയുടെ നേതൃത്വത്തിൽ OP ബഹിഷ്കരിച്ചും അല്ലാതെയും ഒക്കെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ആവശ്യങ്ങൾ പരിഗണിച്ചില്ല. അതുകൊണ്ടാണോ അനിശ്ചിതകാല സമരം അവർ ആലോചിക്കുന്നത്? ദിവ്യ, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യം, അതുപോലെ തന്നെ മറ്റ് വിവിധ മേഖലകളിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ, അങ്ങനെ വലിയ വാഗ്ദാന പെരുമഴ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും മെഡിക്കൽ കോളേജുകളിൽ, സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ ആവശ്യങ്ങളിൽ ഒരു തരത്തിലുമുള്ള ഇടപെടൽ സർക്കാരിന്റെ ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് KGM-CTA പറയുന്നത്. അതുകൊണ്ട് തന്നെ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി KGM-CTA നൽകുന്നുണ്ട്. കഴിഞ്ഞ 4 മാസമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KGM-CTA പ്രത്യക്ഷ സമരത്തിലാണ്. കഴിഞ്ഞ 20-ാം തീയതിയും കഴിഞ്ഞ ദിവസങ്ങളിലും OP അടക്കം മെഡിക്കൽ കോളേജുകളിൽ ബഹിഷ്കരിച്ചുകൊണ്ട് KGM-CTA ഡോക്ടർമാർ രംഗത്ത് വന്നിരുന്നു. പിന്നീട് OP ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് ഈ പറയുന്ന റെസിഡന്റ് ഡോക്ടർമാരും PG ഡോക്ടർമാരും മാത്രമാണ്. സീനിയർ ഡോക്ടർമാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും പ്രവേശന തസ്തികയിലെ ശമ്പള പരിഷ്കരണ അപാകതകൾ പരിഹരിക്കുക, 2016 മുതലുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ നൽകാതിരിക്കുക, പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്ന അഭാവം, അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ KGM-CTA മുന്നോട്ട് വെക്കുന്നുണ്ട്. രോഗികൾക്കും ഡോക്ടർമാർക്കും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയിട്ടില്ല, അർഹതപ്പെട്ട ക്ഷാമബത്തയും കുടിശ്ശികയും നൽകാതിരിക്കുക, അന്യായമായ പെൻഷൻ നിയന്ത്രണം, പ്രവേശന തസ്തികയിലെ ശമ്പള പരിഷ്കരണ അപാകതകൾ, അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഈ KGM-CTA മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രവുമല്ല, പുതുതായി എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ എന്ന സംവിധാനത്തിലേക്ക് കേരളം പോവുകയും ചെയ്തു. പക്ഷേ ആ മെഡിക്കൽ കോളേജുകളിലൊന്നും കൃത്യമായിട്ട് ഡോക്ടർമാരുടെ എണ്ണം കൃത്യമായ രീതിയിലില്ല. രോഗി ഡോക്ടർമാർ അനുപാതം തന്നെ പലതരത്തിലാണ്. അതുമായി കൃത്യമായിട്ട് ഏകീകരിക്കുക, അങ്ങനെ തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഇതൊന്നും സർക്കാർ പരിഗണിക്കാതെ വന്നതോടുകൂടിയാണ് ഒരു ശക്തമായിട്ടുള്ള അനിശ്ചിതകാല സമരത്തിലേക്ക് പോകും എന്നുള്ളൊരു മുന്നറിയിപ്പ് KGM-CTA നൽകിയിട്ടുള്ളത്. ഷിജോ, ഇതിൽ ഈ പ്രത്യക്ഷ സമരം ഉണ്ടായപ്പോൾ പോലും ഒരു ഘട്ടത്തിലും ആരോഗ്യവകുപ്പോ സർക്കാരോ നേരിട്ട് ചർച്ച നടത്തുകയോ എന്തെങ്കിലും ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകുകയോ ഒന്നും ചെയ്തിരുന്നില്ലേ? ദിവ്യ, പലവട്ടവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KGM-CTA ബന്ധപ്പെട്ട അധികൃതരെ, സർക്കാർ സംവിധാനങ്ങളെ ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചതാണ്. പക്ഷേ ചർച്ച നടത്താം, ഇവരുടെ ആവശ്യങ്ങളൊക്കെ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞതല്ലാതെ മറ്റ് നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. നിലവിൽ എന്തായാലും സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും പുതിയ തസ്തിക സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിനകത്ത് മാത്രമാണ് ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ തസ്തിക സൃഷ്ടിക്കാൻ സംബന്ധിച്ചുകൊണ്ട് മന്ത്രിസഭ ഇതുവരെ അന്തിമമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടില്ല. നിലവിൽ ആരോഗ്യവകുപ്പ് ഇത്രമാത്രം മെഡിക്കൽ കോളേജുകളിൽ ഇത്ര തസ്തിക വേണം, അതായത് വയനാട്, കാസർഗോഡ്, ഇടുക്കി, കോന്നി അടക്കമുള്ള മെഡിക്കൽ കോളേജുകളിലേക്ക് ഇത്രയധികം തസ്തിക വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ധനവകുപ്പിന് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കത്തിന്മേൽ ധനവകുപ്പ് ഫയലിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ധനവകുപ്പിന്റെ പരിഗണനയിൽ നിന്ന് ശേഷം മന്ത്രിസഭയ്ക്ക് മുമ്പാകെ വന്നാൽ മാത്രമേ തസ്തികകൾ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. തസ്തിക സൃഷ്ടിക്കുക മാത്രമല്ല, രോഗി ഡോക്ടർമാർ അനുവാദം കൃത്യമായിട്ട് KGM-CTA നിർദ്ദേശിച്ച തരത്തിലേക്ക് കൊണ്ടുവരിക. അതുമാത്രവുമല്ല, ശമ്പള പരിഷ്കരണം കഴിഞ്ഞ 2016 മുതൽ പല ഘട്ടങ്ങളിലായിട്ട് ഇവർക്ക് DA കുടിശ്ശിക അടക്കം നൽകാനുണ്ട്. അതുപോലെ ശമ്പളത്തിനകത്ത് കൃത്യമായിട്ടുള്ള പരിഷ്കരണം ഉണ്ടാകുന്നില്ല, പലതരത്തിലുള്ള കാലതാമസങ്ങൾ നേരിടുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ KGM-CTA മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് പല ഘട്ടങ്ങളിൽ പലതരത്തിൽ അവർ അവതരിപ്പിച്ചതാണ്. പക്ഷെ അവിടെ ഒന്നും ഒരു തീരുമാനമെടുക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമാണ് സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുണ്ടായത്. അത് മാത്രവുമല്ല, ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വമ്പൻ പ്രഖ്യാപനങ്ങളിൽ പോലും KGM-CTAയുടെ ആവശ്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിയാതെ വന്നതോടുകൂടിയാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകും എന്നുള്ള മുന്നറിയിപ്പ് മെഡിക്കൽ കോളേജുകളിലെ KGM-CTA, സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സംഘടന അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് പോയാൽ അത് രോഗികളെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് എന്ന് മുതലായിരിക്കും അനിശ്ചിതകാല സമരം തുടങ്ങുക എന്നൊന്നും അറിയിച്ചിട്ടില്ലല്ലോ. ദിവ്യ, നിലവിൽ കഴിഞ്ഞ 4 മാസമായിട്ട് പലതരത്തിലുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥലത്തിലുള്ള ഒരു മീറ്റിംഗുമായിട്ടും KGM-CTA സഹകരിക്കുന്നില്ല. 2 ദിവസങ്ങൾ, ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് OP അടക്കം ബഹിഷ്കരിച്ചുകൊണ്ട് ഒരു സൂചനാ പണിമുടക്കിലേക്ക് അല്ലെങ്കിൽ സൂചനാ സമരത്തിലേക്കൊക്കെ KGM-CTA പോയിട്ടുണ്ട്. നിലവിൽ ഈ രീതിയിലുള്ള അവഗണന തുടരുന്നൊരു പശ്ചാത്തലത്തിൽ എത്രയും വേഗം തന്നെ അടിയന്തരമായിട്ട് യോഗം ചേർന്നുകൊണ്ട്, ദേശീയ തലത്തിലുള്ള യോഗം ചേർന്നുകൊണ്ട് അടിയന്തരമായിട്ട് യോഗം ചേർന്ന് ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ സർക്കാർ അവഗണനയിൽ ശക്തമായ പ്രതിഷേധമാണ് KGM-CTA ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കും എന്നുള്ള താക്കീത് മുന്നറിയിപ്പ് നൽകുകയാണ് സർക്കാരിന്. ശമ്പള വർധനയടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലപ്പോഴായി പ്രത്യക്ഷ സമരം KGM-CTAയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നിലും പരിഹാരമായില്ല, സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് സംഘടന അറിയിക്കുന്നത്. അപ്പോൾ ഇനിയൊരു അനിശ്ചിതകാല സമരം എന്നത് മാത്രമാണ് മുന്നിലുള്ള മാർഗമെന്ന് അറിയിക്കുകയാണ് KGM-CTA. വിവരങ്ങളാണ് ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.